അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1389, സൂറത്ത് യൂസുഫ് 69 മുതൽ 79 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون قالوا وأقبلوا عليهم ماذا تفقدون قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم قالوا تالله لقد علمتم ما جئنا لنفسد في الأرض وما كنا سارقين قالوا فما جزاؤه إن كنتم كاذبين قالوا جزاؤه من وجد في رحله فهو جزاؤه كذلك نجزي الظالمين فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم قالوا إن يسرق فقد سرق أخ له من قبل فأسرها يوسف في نفسه ولم يبدها لهم قال أنتم شر مكانا والله أعلم بما تصفون قالوا يا أيها العزيز إن له أبا شيخا كبيرا فخذ أحدنا مكانه إنا نراك من المحسنين قال معاذ الله أن نأخذ إلا من وجدنا متاعنا عنده إنا إذا لظالمون صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد ولما دخلوا على يوسف യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ആ സഹോദരങ്ങൾ പ്രവേശിച്ചപ്പോൾ ആവാ ഇലൈഹി അഖാഹു, തന്റെ നേരെ സഹോദരൻ ബിന്യാമീനെ യൂസുഫ് നബി അലൈഹിസ്സലാം തന്നിലേക്ക് ചേർത്തു പിടിച്ചു. ഖാല, എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി അന അഖൂക്ക്, ഞാൻ നിന്റെ നേരെ സഹോദരനാണ്. ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ, ഈ ഇക്കാക്കമാര് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഫലമ്മ ജഹസഹും ബി ജഹാസിഹിം, അവരുടെ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് അവർ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ജഅലസ്യഖായത, അവർക്ക് ഭക്ഷ്യധാന്യങ്ങളൊക്കെ അവരുടെ പാത്രങ്ങളിൽ ആക്കിക്കൊടുത്ത് അവരെ ഒരുക്കിയപ്പോൾ ജഅലസ്യഖായത, പാനപാത്രം ആക്കി ഫി റഹലി അഖീഹി, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരൻ അഥവാ ബിന്യാമീന്റെ ഭാണ്ഡത്തിലാക്കി. സുമ്മ അസ്സന മുഅസ്സിനുൻ, എന്നിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു, അയ്യത്തുഹൽ ഐറു, യാത്രാ സംഘമേ, ഇന്നക്കും ലസാരിഖുൻ, നിശ്ചയം നിങ്ങൾ കളവ് നടത്തുന്നവരാകുന്നു എന്ന്. ഖാലു, അവർ പറഞ്ഞു, വഅഖ്ബലു അലൈഹിം, ആ വിളിച്ചു പറഞ്ഞവർക്ക് നേരെ മുന്നിട്ട് വന്നുകൊണ്ട് അവർ പറഞ്ഞു, മാദാ തഫ്ഖിദൂൻ, എന്താണ് നിങ്ങൾക്ക് കാണാതെ പോയത്? ഖാലു, അവർ പറഞ്ഞു, നഫ്ഖിദു സുവാഅൽ മലിക്കി, രാജാവിന്റെ അളവ് പാത്രമാണ് കാണാതെ പോയത്. വലിമൻ ജാഅ ബിഹി ഹിംലു ബഈർ, ആ അളവ് പാത്രം കൊണ്ടുവരുന്നവർക്ക് ഒരൊട്ടകത്തിന് വഹിക്കാനുള്ള അത്രയും ധാന്യങ്ങൾ നൽകുന്നതാണ്. വാനബിഹി സഈം, അത് കൊടുക്കാമെന്ന് ഞാൻ അതിന് സാക്ഷിയുമാണ് അല്ലെങ്കിൽ ജാമ്യക്കാരനുമാണ് എന്നൊരാൾ പറഞ്ഞു. ഖാലു,
യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ പറഞ്ഞു, തല്ലാഹി, പടച്ചവനെ തന്നെ സത്യം, ലഖദ് അലിംതു, നിശ്ചയം നിങ്ങൾക്ക് അറിയാമല്ലോ, മാജിഅനാ ലിനുഫ്സിദ ഫിൽ അർള്, ഞങ്ങളിവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നവരല്ല എന്നും, വമാ കുന്നാ സാരിഖീൻ, ഞങ്ങൾ കളവ് നടത്തുന്നവരായിട്ടുമില്ല മുമ്പൊന്നും, അതുകൊണ്ട് ഞങ്ങൾ കട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഖാലു, ആ രാജാവിന്റെ പട്ടാളക്കാർ അല്ലെങ്കിൽ അവിടെയുള്ള ജോലിക്കാർ ചോദിച്ചു, ഫമാ ജസാഉഹു ഇൻ കുൻതും കാദിബീൻ, നിങ്ങൾ കളവ് പറയുന്നവരാണെങ്കിൽ അഥവാ നിങ്ങൾ തന്നെ അത് കട്ടു എന്ന് തെളിഞ്ഞാൽ അതിന്റെ ഉള്ള പ്രതിഫലം എന്താണ്, അഥവാ ശിക്ഷ എന്താണ് കൊടുക്കേണ്ടത് നിങ്ങളെ അഭിപ്രായം അനുസരിച്ച് എന്ന് ചോദിച്ചു. ഖാലു, യൂസുഫ് നബിന്റെ സഹോദരങ്ങൾ പറഞ്ഞു, ജസാഉഹു, ആ കളവ് നടത്തിയവന്റെ പ്രതിഫലം, മംവുജിദ ഫീ റഹലിഹി, ഏതൊരാളുടെ ഭാണ്ഡത്തിൽ നിന്നാണോ അത് ലഭിക്കുന്നതെങ്കിൽ ഫഹുവ ജസാഉഹു, അവൻ തന്നെയാണ് അതിന്റെ പ്രതിഫലം. അതായത് ഏതൊരാളുടെ പാത്രത്തിൽ നിന്നാണ് അത് കിട്ടുന്നതെങ്കിൽ ആ പാത്രത്തിന്റെ ഉടമയാരോ അവനെ തന്നെ ഇവിടെ പിടിച്ചു വെക്കുക, അവനെ തന്നെ ജയിലിലടക്കുക, അതാണ് അതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞു. കദാലിക നജ്ദിൽ ആലിമീൻ, അക്രമികൾക്ക് ഞങ്ങൾ അങ്ങനെയാണ് പ്രതിഫലം കൊടുക്കാറ് എന്നും അവർ തന്നെ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെയും പാത്രം പരിശോധിക്കാൻ തുടങ്ങി. തന്റെ സഹോദരൻ ബിന്യാമീന്റെ പാത്രം പരിശോധിക്കുന്നതിന് മുമ്പ് മറ്റു സഹോദരങ്ങളുടെ പാത്രങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ സുമ്മസ്തഖറജഹി, തന്റെ നേരെ സഹോദരന്റെ പാത്രത്തിൽ നിന്ന് ആ അളവ് പാത്രം പുറത്തെടുത്തു. കദാലിക കിദിനാലി യൂസുഫ്, ഇപ്രകാരം യൂസുഫ് നബിക്ക് വേണ്ടി നാം തന്ത്രം പ്രയോഗിച്ചു എന്ന് അള്ളാഹു പറയാണ്. വാസ്തവത്തിൽ മാക്കാനലി യഹൂദ അഖാഹു ഫി ദീനിൽ മലിക്കി, രാജാവിന്റെ മതമനുസരിച്ച് ആ സഹോദരനെ പിടിച്ചുവെക്കാൻ സാധിക്കുമായിരുന്നില്ല, ഇല്ലാ അയ്യഷ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരനെ ഇവിടെ നിർത്താനുള്ള ഒരു തന്ത്രം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല അറിയിച്ചു കൊടുത്തു എന്നർത്ഥം. നർഫഉ ദറജാത് മിൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് ഗ്രേഡുകൾ നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. വൈജ്ഞാനിക രംഗത്തെ പുരോഗതി അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ വൈജ്ഞാനിക രംഗത്തെ പുരോഗതി അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് ചുരുക്കം. ഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം, എല്ലാ വിവരമുള്ളവരുടെയും മുകളിൽ ഒരു വിവരസ്ഥനുണ്ട്. ഖാലു, ആ സഹോദരങ്ങൾ പറഞ്ഞു, ബിന്യാമീന്റെ പാത്രത്തിൽ നിന്ന് അളവ് പാത്രം പുറത്തെടുത്തു, തൊണ്ടി മുതൽ കൊണ്ട് പിടിക്കപ്പെട്ടു ബിന്യാമീൻ. അങ്ങനെ വന്നപ്പോൾ ഇക്കാക്കമാര് പറഞ്ഞു, ഈ യസ്രിഖ്, ഇവൻ കളവ് നടത്തിയെങ്കിൽ ഫഖദ് സറഖ അഖുല്ലഹു മിൻ ഖബൽ, ഇവന്റെ ഒരു സഹോദരനുണ്ടായിരുന്നു യൂസുഫ്, അയാളും പണ്ട് കളവ് നടത്തിയിട്ടുണ്ട്. അതായത് ഇവരുടെ ജന്മസിദ്ധമായ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ, വാപ്പ മാത്രം ഒത്ത 10 സഹോദരങ്ങളും ഒന്നായി ഉമ്മയും വാപ്പയും ഒത്ത 2 പേരെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു സംഭാഷണം അവിടെ വെച്ച് അവർ നടത്തിയെന്നർത്ഥം. ഫസറഹ യൂസുഫ് ഫി നഫ്സിഹി, അപ്പോൾ അതിനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. വലം യുബദിഹാ ലഹും, അവർക്കത് വെളിവാക്കിയില്ല. അതായത് ഇവിടെ എന്താ നടന്നതെന്നുള്ള സംഗതികൾ, അതേപോലെ യൂസുഫ് നബിയും കള്ളനാണെന്ന് അവർ പറഞ്ഞപ്പോ അതൊക്കെ എന്ത് ചെയ്തു, അതിനുള്ള പ്രതികരണമൊന്നും നടത്താതെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അത് മനസ്സിൽ വെച്ചു. കാല, എന്നിട്ട് മഹാനവറുകൾ മനസ്സിൽ പറഞ്ഞു, അൻതും ശർറും മക്കാന്, നിങ്ങൾ ഏറ്റവും മോശമായ നിലപാടുകാരാണ്. അല്ലാഹു അഅലമു ബിമാ തസിഫു, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊക്കെ അള്ളാഹുവിന് നന്നായിട്ട് അറിയാമെന്ന്. ഖാലു, അതിനുശേഷം അവർ പറഞ്ഞു, യാ അയ്യുഹൽ അസീസു, ഓ മഹാരാജ, ഇന്നലഹു അബൻ ശൈഖൻ കബീറ, ഈ ബിന്യാമീന് വളരെ വയസ്സായിട്ടുള്ളൊരു പിതാവുണ്ട്. ഫഖുദ് അഹദന മക്കാനഹു, അതുകൊണ്ട് ആ ബിന്യാമീന് പകരം ഞങ്ങളെ കൂട്ടത്തിന് ഏതെങ്കിലും ഒരാൾ അവന്റെ സ്ഥാനത്ത് പിടിച്ചു വെച്ചിട്ട് ബിന്യാമീനെ വിട്ടു തരണം, വാപ്പ വല്ലാണ്ട് കഷ്ടപ്പെടും, വിഷമിക്കുമെന്ന് പറഞ്ഞു. ഇന്നാ നറാക്ക മിനൽ മുഹ്സിനീൻ, നിശ്ചയം നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബിന്യാമീനെ വിട്ടു തന്ന് ഞങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പറ്റിയ ഒരാളുകൾ പിടിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞു. കാല, യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, മഅദല്ലാഹ്, അല്ലാഹുവിൽ അഭയം, അന്ന ഉഖുദ, അല്ലെങ്കിൽ അള്ളാഹുവോട് നമ്മൾ കാവല് തേടുന്നു, അന്ന ഉഖുദ ഇല്ലാ മൻ വജദനാ മതാഅനാ ഇൻദഹു, നമ്മുടെ വസ്തു ആരെടുത്താണോ കണ്ടുകിട്ടിയത് അവരല്ലാത്ത മറ്റൊരാളെ, എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യാത്ത ഒരാളെ കുറ്റവാളിയായി പിടിച്ചുവെക്കലിനെ തൊട്ട് അള്ളാഹുവോട് നമ്മൾ കാവല് തേടുന്നു. അങ്ങനെ പിടിച്ചു വെച്ചാൽ അന്നേരമല്ല ലാലിമൂൻ, ഞങ്ങളും അക്രമികളായി തീരില്ലേ. അതായത് കുറ്റം ചെയ്യാത്ത ഒരാൾക്കെതിരെ അനാവശ്യമായി എന്ത് നടപ്പാക്കാൻ പാടില്ല, ശിക്ഷാ നടപടി നടപ്പാക്കാൻ പാടില്ല. അപ്പൊ തൊണ്ടി മുതൽ ആരുടെ പാത്രത്തിൽ നിന്നാണോ കിട്ടിയത് അയാളെ തന്നെയാണ് കുറ്റവാളിയായി പ്രഖ്യാപിക്കേണ്ടത്, അയാളെ തന്നെയാണ് പിടിച്ചു വെക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു. ഇതാണ് ഇപ്പൊ ഈ ചർച്ച. ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ നടത്തുന്നുണ്ട്. ഈ ചരിത്രത്തിൽ
പിന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് ബിന്യാമീനെ കൂടി എത്തിക്കുക എന്ന യൂസുഫ് നബിന്റെ ഒന്നാമത്തെ തന്ത്രം അതിപ്പോ ഫലിച്ചു. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്നപ്പോ വലമ്മാ ദഖലു അലാ യൂസുഫ് നബിന്റെ അടുത്തേക്ക് ആ സഹോദരങ്ങൾ പ്രവേശിച്ചപ്പോൾ ആവാ ഇലൈഹി അഖാഹു, തന്റെ സഹോദരനെ തന്നിലേക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചേർത്ത് പിടിച്ചു. ഇവിടെ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, യുഖ്ബിറു തആല അൻ ഇഖ്വത്തി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്, അവർ യൂസുഫ് നബിന്റെ അടുത്ത് വന്നു. അവരുടെ കൂട്ടത്തിൽ തന്റെ നേരെ സഹോദരനായ ബിന്യാമീനും ഉണ്ട്. അങ്ങനെ അവരെല്ലാവരെയും പ്രത്യേകിച്ച് ആദരിച്ച് സൽക്കാരത്തിന് വേണ്ടി പ്രത്യേകം ക്ഷണിച്ചു. അങ്ങനെ അവർക്ക് ഒരു ജ്യേഷ്ഠന്മാരെന്ന പരിഗണനയൊക്കെ നൽകി കുടുംബ ബന്ധവും അതേപോലെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഒക്കെ കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം തന്റെ നേരെ സഹോദരനായിട്ടുള്ള ബിന്യാമീനെ സ്വകാര്യമായി ഒറ്റക്ക് വിളിച്ച് അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അതായത്, ഞാൻ നിന്റെ സഹോദരൻ യൂസുഫാണെന്നും ഇക്കാക്കമാര് നിന്നെ മുമ്പ് എന്നെ കഷ്ടപ്പെടുത്തിയതും ഇപ്പൊ നിന്നെ കഷ്ടപ്പെടുത്തുന്നതൊക്കെ എനിക്കറിയാമെന്നും അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ സഹോദരനാണ് എന്ന് യൂസുഫാണെന്ന് നീ മനസ്സിലാക്കിയത് ആരോടും പറയേണ്ടതില്ല. ഇപ്പൊ തൽക്കാലം അവര് ചെയ്തതിന്റെ പേരിലൊന്നും വല തബ്ത ഇസ്ബിമാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചൊന്നും ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തൽക്കാലം മറച്ചു വെച്ചോളൂ, സ്വകാര്യമായിട്ട് ഇരുന്നോട്ടെ. തൽക്കാലം നിനക്ക് എന്റെ അടുത്ത് തന്നെ നിൽക്കാനുള്ള ഒരു സംവിധാനം അത് ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ബിന്യാമീനോട് പറഞ്ഞു എന്നാണ്. ഇവിടെ ഈ ഇത്തരമൊരു പ്രവർത്തനം വാസ്തവത്തിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ബിന്യാമീനെ കൂടെ കാണാതായാൽ കൂടുതൽ ദുഃഖിക്കുമെന്ന് അറിയാവുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമും ബിന്യാമീനും കൂടി ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് ശരിയായോ എന്ന ഒരു സംശയം നമുക്ക് തോന്നാം. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ഈ ബിന്യാമീൻ എന്ന് പറയുന്ന സഹോദരൻ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കിട്ടിയപ്പോ അദ്ദേഹം വാശി പിടിച്ചു എന്നാണ്. ഞാൻ ഒരിക്കലും എന്റെ ഇക്കാക്കമാരെ കൂടെ ഇനി തിരിച്ചെന്നെ വിടരുത്, അവരെന്നെ അவ்விധം പരീക്ഷിക്കുന്നുണ്ട്, ആ വിധത്തിൽ അവരെന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് തിരിച്ചു പോകാൻ എനിക്ക് സാധിക്കില്ല, എങ്ങനെങ്കിലും എന്നെ നിങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് ബിന്യാമീൻ തന്നെ റിക്വസ്റ്റ് ചെയ്തു എന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ ഒരു അഭിപ്രായമായി രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊരഭിപ്രായം എന്തായാലും യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്നെ ഞാൻ യൂസുഫാണെന്നും നിങ്ങൾക്ക് കൂടി എന്റെ അടുത്ത് നിൽക്കാൻ ഞാൻ വേദി ഒരുക്കി തരാമെന്നും പതുക്കെ പതുക്കെ എല്ലാവരെയും ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഒന്നിച്ച് താമസിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്നും തൽക്കാലത്തേക്ക് വാപ്പ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടുമെങ്കിലും വാപ്പാക്ക് അതിന്റെ സംഗതികൾ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തോളാം എന്നുമൊക്കെയുള്ള ഒരു അറിയിച്ചു കൊടുക്കുമെന്ന രൂപത്തിലൊക്കെയുള്ള ചർച്ചകൾ അവരുടെ ഇടയിൽ നടന്നു. അപ്പൊ ബിന്യാമീന്റെ ആവശ്യപ്രകാരമാണെങ്കിലും ഇനി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ താല്പര്യമനുസരിച്ചാണെങ്കിലും ഇവിടെ എന്ത് നടക്കുകയാണ്, ബിന്യാമീൻ അവിടെ നിർത്താനുള്ള സംവിധാനം ഒരുങ്ങുകയാണ്. അതാ പറഞ്ഞത് എന്ത്, ഇനി ഫലമ്മ ജഹസഹും ബിജഹാദിഹിം, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവർക്ക് അവരുടേതായിട്ടുള്ള ഭക്ഷ്യധാന്യം അതൊക്കെ അങ്ങ് റെഡിയാക്കി കൊടുത്തപ്പോൾ കൊണ്ടുപോകാനുള്ള ഭക്ഷ്യധാന്യം എന്ത് ചെയ്തു, അവർക്കുള്ള സാധനങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്തപ്പോൾ അവർക്കുള്ള കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്തപ്പോൾ ജഅലസിഖായത ഫീ റഹലി അഖീഹി, തന്റെ പാനപാത്രം വെള്ളം കുടിക്കുന്ന പാത്രം തന്റെ സഹോദരൻ ബിന്യാമീന്റെ ഭാണ്ഡത്തിൽ നിക്ഷേപിച്ചു. ഒന്നുകിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം നേരിട്ട് തന്നെ അത് ചെയ്തു, അല്ലെങ്കിൽ ജോലിക്കാരെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. എന്നിട്ട് സുമ്മ അസ്ദന മുഅദ്ദിനുൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു, അയ്യത്തുഹൽ ഇറു, യാത്രാ സംഗമേ ഇന്നകും ലസാരിഖൂൻ, നിങ്ങൾ കള്ളന്മാരാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ ഈ പാത്രം എന്ന് പറഞ്ഞത് വെള്ളിയുടെ പാത്രമാണെന്നും സ്വർണത്തിന്റെ പാത്രമാണെന്നും അഭിപ്രായമുണ്ട്. ആ പാത്രത്തിൽ രാജാവ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അസീസ് മന്ത്രിയായിട്ടുള്ള യൂസുഫ് നബി അലൈഹി ഇസ്ലാം വെള്ളം കുടിക്കാറുണ്ടെന്നും അതേ പാത്രം കൊണ്ട് തന്നെ നല്ല ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങൾക്ക് അളന്നു കൊടുക്കാറുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇതിന് സിഖായത്ത് പാനപാത്രം എന്നൊരു സ്ഥലത്തും സുവാഴ് എന്ന് കുറച്ച് അപ്പുറത്ത് അളവ് പാത്രം എന്ന് മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും ഒരേ പാത്രം കൊണ്ട് രണ്ടു പണി ചെയ്യുന്നത് കൊണ്ട് ആ രണ്ടു പരിഗണന വെച്ച് പറഞ്ഞതാണ് എന്ന് ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഈ പാത്രത്തിന് ഒരു പ്രത്യേക തരം പാത്രമായിരുന്നുവെന്നും അതിന് രണ്ട് വായ ഉണ്ടായിരുന്നുവെന്നും
ഒന്നിലൂടെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം വെള്ളം കുടിക്കുകയും മറ്റേതിലൂടെ അളന്നു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും ഇമാം ഖുർത്തുബി തങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും അളവ് പാത്രം, അതേപോലെ പാനപാത്രം, അത് ഈ ബിന്യാമീന്റെ ഭാണ്ഡത്തിൽ ഒന്നുകിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം നേരിട്ടിട്ടു, അല്ലെങ്കിൽ പട്ടാളക്കാരെ കൊണ്ട് ഇടിയിച്ചു. എന്നിട്ട് അവർ യാത്ര പുറപ്പെടാനൊരുങ്ങുമ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, യാത്രാ സംഘമേ നിങ്ങൾ കള്ളന്മാരാണ് എന്ന്. കള്ളന്മാരാണെന്ന് പറഞ്ഞപ്പോ കാലു അവർ പറഞ്ഞു അഖബലു അലൈഹിം, യൂസുഫ് നബി അലൈഹി അവരുടെ നേരെ, അഥവാ യൂസുഫ് നബിന്റെയും അതേപോലെ തന്നെ അവിടുത്തെ ആ കൊട്ടാരത്തിലുള്ള ആളുകളുടെയും നേരെ തിരിച്ചു വന്നുകൊണ്ട് നേരെ വന്നുകൊണ്ട് അവർ പറഞ്ഞു, മാതാ തസ്ഖീദു, എന്താണ് നിങ്ങളുടെ കാണാതായത്, എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന്. കാലു അവർ പറഞ്ഞു നഫ്ഖിദു സുവാൽ മലിക്കി. കേട്ടോ, നേരത്തെ സിഖായത്ത് എന്ന് പറഞ്ഞു, ഇവിടെ സുവായ എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടു പരിഗണന വെച്ച് പറഞ്ഞതാണ്. രാജാവിന്റെ അളവ് പാത്രം, ധാന്യങ്ങൾ അളന്നു കൊടുക്കുന്ന പാത്രം കാണാണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. വലിവൻ ജാബിഹി ഹെംലു ബഈരിൻ, ആ പാത്രം കൊണ്ടുവന്ന് തരുന്ന ആൾക്ക് ഒരു ഒട്ടകത്തിന് വഹിക്കാനുള്ള ധാന്യങ്ങൾ നൽകുന്നതാണ് വാനബിഹി സഈം, അതിന് ഞാൻ ജാമ്യക്കാരനാണ് എന്നും ആ വിളിച്ചു പറഞ്ഞ ആള് പറഞ്ഞു. അതായത് ആരടുത്തെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് തന്നാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഒട്ടകത്തിന് ചുമക്കാനുള്ള ധാന്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. കാലു അവര് പറഞ്ഞു, തല്ലാഹി പടച്ചോനെ തന്നെ സത്യം, ലഖദ് അലിംതും നിങ്ങൾക്ക് അറിയാമല്ലോ, മാ ജീനാലി നുഫ്സിദ ഫിൽ അർളി, ഞങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നതല്ല, ഒമാ കുന്ന സാരിഖീൻ, ഞങ്ങൾ കള്ളന്മാരുമല്ല എന്ന്. അതായത് ഞങ്ങൾ പലപ്പോഴും ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ പെരുമാറ്റവും സ്വഭാവവും ഞങ്ങളുടെ കാഴ്ചപ്പാടും ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്വഭാവക്കുന്ന സാരിക്ക് ഞങ്ങൾ കളവ് നടത്തുന്നവരായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വഭാവത്തിൽ അത്തരം ഒരു പണിയെന്നല്ല, കാരണം ഞങ്ങൾ ഒരു നബീന്റെ മക്കളാണ് എന്നൊക്കെ അവരെന്ത് ചെയ്തു, അവരുടെ നിരപരാധിത്വം കാര്യമായിട്ട് പറഞ്ഞു. അപ്പൊ കാലു ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിലുള്ള ജോലിക്കാർ ചോദിച്ചു, ഫമാ ജസാഉഹു ഇൻ കുന്തും കാദിബീൻ, നിങ്ങൾ നുണ പറയുന്നവരാണെങ്കിൽ ആ കളവ് നടത്തിയ ആൾക്കുള്ള പ്രതിഫലം എന്താണ്, അഥവാ അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണ്? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളുടെ ഭാണ്ഡത്തിൽ നിന്ന് ആ അളവ് പാത്രം കിട്ടുകയാണെങ്കിൽ, അതായത് ആരെങ്കിലും അത് ഒളിപ്പിച്ചു വെച്ചു എന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ശിക്ഷ എന്താണ് നിങ്ങൾ പറയൂ. കാലു അവർ പറഞ്ഞു ജസാഉഹു, അദ്ദേഹത്തിന്റെ പ്രതിഫലം അഥവാ അയാൾക്കുള്ള ശിക്ഷ, മംവുജിദ ഫീ റഹലിഹി ഫവജസാഉഹു, ആരുടെ ഭാണ്ഡത്തിൽ നിന്നാണോ അത് കിട്ടുന്നതെങ്കിൽ അവൻ തന്നെയാണ് അതിന്റെ പ്രതിഫലം. അതായത് അവനെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തോളൂ, പിടിച്ചു വെച്ചോളൂ, ഞങ്ങളെ കൂടെ വിടണ്ട എന്നർത്ഥം. കദാലിക നജ്ദിൽ ആലിമീൻ, കളവ് നടത്തി അക്രമം കാട്ടുന്നവർക്കൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ കൂലി കൊടുക്കാറുള്ളത് എന്ന് അവർ പറഞ്ഞു. വാസ്തവത്തിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, പിന്നെ വഹാകദ കാനത്ത് ശരീഅത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ നിയമം അങ്ങനെയായിരുന്നു, ഇന്ന സാരിഖ യുദഫഉ ഇലൽ മസ്റൂഖി മിൻഹു, കളവ് നടത്തിയ ആളെ ആരിൽ നിന്നാണോ കളവ് നടത്തിയത് അയാൾക്ക് തിരിച്ചു കൊടുക്കുക, ആ കളവ് നടത്തിയ ആളെ. അതായിരുന്നു അന്നത്തെ ശരീഅത്ത്. വഹാദാഹു വല്ലദി അറാദ യൂസുഫ് അലൈഹി ഇസ്ലാം, അതന്നെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇവിടെ ഉദ്ദേശിച്ച തന്ത്രവും. അതായത് ബിന്യാമീനെ തന്റെ കൂടെ നിർത്തണം. അത് കൂടെ നിർത്താൻ ഇത്തരത്തിലുള്ള ഒരു പണിഷ്മെന്റ് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അങ്ങനെ ചോദിപ്പിച്ചത് എന്നർത്ഥം. അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്കൂ, ഞങ്ങളാരും കളവ് നടത്തിയിട്ടില്ല എന്ന് അവർ ആണയിട്ട് പറയല്ലേ, ശരിയാണല്ലോ, അവർ കളവ് നടത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ധൈര്യസമേതം പറഞ്ഞു അങ്ങനെ ഫബദഅബിയതിഹിം, അവരുടെ പാത്രങ്ങൾ പരിശോധന കൊണ്ട് രാജാവ് തുടങ്ങി, അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തുടങ്ങി. ആദ്യം അവരുടെ ഓരോരുത്തരുടെയും സഞ്ചികൾ ഭാണ്ഡങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു. ഖബല വിആഇ അഖീഹി, തന്റെ സഹോദരൻ ബിന്യാമീന്റെ സഞ്ചി പരിശോധിക്കുന്നതിന് മുമ്പ്, കാരണം ആദ്യം തന്നെ അതാണ് പരിശോധിച്ചാൽ സംശയം തോന്നിയാലോ, അതുകൊണ്ട് ആദ്യം മറ്റുള്ളവരിതൊക്കെ പരിശോധിച്ചു. അവസാനമായിട്ട് ബിന്യാമീന്റെ സഞ്ചി പരിശോധിച്ചു. ഓരോരുത്തരും പരിശോധിച്ച് കഴിയുമ്പോൾ ഇവർക്ക് തോന്നുന്നുണ്ട് ഇപ്പെങ്ങനുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ അവസാനം ബിന്യാമീന്റെ സഞ്ചി പരിശോധിച്ചപ്പോൾ സുമ്മസ്തഖറജഹാ മിൻ വിആഇ അഖീഹി, തന്റെ സഹോദരൻ ബിന്യാമീന്റെ സഞ്ചിയിൽ നിന്ന് ആ പാത്രം അളവുപാത്രം പുറത്തെടുത്തു. അളവുപാത്രം പുറത്തെടുത്തിട്ട് ഖുർആൻ പറയാണ്, കദാലിക കിദ്നാലി യൂസുഫ, ഇപ്രകാരം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി നാം തന്ത്രം മെനഞ്ഞു. അതായത് ബിന്യാമീനെ തന്റെ കൂടെ നിർത്തണം. കൂടെ നിർത്താൻ ഇത്തരത്തിലുള്ളൊരു ക്രൈം അവിടെ ക്രിയേറ്റ് ചെയ്താലല്ലാതെ മക്കൾ സമ്മതിക്കില്ല. അതുകൊണ്ട് അവരെ കൂടി നിർബന്ധിച്ച് വഴങ്ങിക്കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കാൻ ഞാൻ അനുവാദം കൊടുത്തു എന്ന് അല്ലാഹു പറയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട് ചില തന്ത്രങ്ങളൊക്കെ. ഇതിപ്പോ ചതിയല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ബാഹ്യമായി പറയാം. പക്ഷെ ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ
വഹാദാ മിനൽ കൈദിൽ മെഹബൂബിൽ മുറാദില്ലദി യുഹിബ്ബുഹു അല്ലാഹു വയർളാ, അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന സന്തോഷകരമായ പ്രവർത്തന തന്ത്രത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ. കാരണം അതിൽ ചില മസ്ലഹത്തുകൾ, ചില നന്മകൾ, ചില ആത്യന്തികമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തെ ആക്ഷേപാർഹമായി കാണേണ്ടതില്ല എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അള്ളാഹു തന്നെ പറയാനുള്ള കദാലിക കിദ്നാൽ യൂസുഫ്, ഇപ്രകാരം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി നമ്മൾ തന്ത്രം മെനഞ്ഞു. മാക്കാനലി യഹൂദ അഖാഹു ഫി ദീനിൽ മലിക്കി, രാജാവിന്റെ മതമനുസരിച്ച് തന്റെ സഹോദരനെ പിടിക്കാൻ അദ്ദേഹത്തിന് ന്യായമുണ്ടായിരുന്നില്ല. ഇല്ല അയ്യഷ അള്ളാഹ് ഉദ്ദേശിച്ചാലൊഴികെ. അപ്പൊ അള്ളാഹു താല അതിനെന്ത് ചെയ്തു എന്നൊരു വഴി ഉണ്ടാക്കി കൊടുത്തതാണ് ഈ പാനപാത്രം അല്ലെങ്കിൽ അളവ് പാത്രം ഭാണ്ഡത്തിലിട്ട് കൊടുക്കുക എന്നത്. നിർഫോ ദർജാത്തിമ്മൻ നശാവു, നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം പദവികൾ ഉയർത്തി കൊടുക്കും. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അങ്ങനെ ധാരാളം പദവികളുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക പുരോഗതിയും ഇതിന്റെ ഭാഗമായി പരിഗണിക്കേണ്ടതാണ്. എന്നാൽ വഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം, എല്ലാ വിവരമുള്ളവരുടെയും മേലൊരു വിവരസ്ഥനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്നവർ വേറുണ്ടാകും, അവരെക്കാൾ അറിവുള്ളവർ അതിന്റെ മേലെ ഉണ്ടാകും. അങ്ങനെ അവസാനം ഏറ്റവും അറിവുള്ളവൻ അള്ളാഹു എന്ന അവസ്ഥയിലേക്ക് അത് ചെന്നെത്തുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ്, കാലു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരൻ ബിന്യാമീന്റെ ഭാണ്ഡത്തിൽ നിന്നിപ്പോ അളവ് പാത്രം കിട്ടിയപ്പോ ഇനി ഇക്കാക്കമാർക്ക് ബിന്യാമീനെ തള്ളിപ്പറയണം. അതിനുവേണ്ടി കാലു അവര് പറഞ്ഞു, ഈ യസ്രിഖ്, ഇയാൾ കളവ് നടത്തിയെങ്കിൽ ഫഖദ് സറഖഹു മിൻ ഖബൽ, ഇദ്ദേഹത്തിന്റെ സഹോദരന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, കളവ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ഉൾക്കൊള്ളാൻ നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.